ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത് ടോപ്പ് 10 സീരീസിലെ നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ പ്രൊഫൈമിൽ നമ്പർ 1 പൊസിഷനിൽ വന്നേക്കുന്ന ടോപ്പ് സ്റ്റെപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതിൽ തന്നെ അവർ ഏറ്റവും നല്ലൊരു പ്ലാനിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ടോപ്പ് സ്റ്റെപ്പ് 2026 വന്നപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ അവർ വന്നിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിലെ ഇന്റർഫേസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവരുടെ സൈറ്റിൽ തന്നെ പ്രൊഫൈം പിന്നെ അവർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിൽ തന്നെ ഇവർ ഓൺ ബ്രോക്കറേജും കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂച്ചേഴ്സിന്റെ ഓൺ ബ്രോക്കിംഗ് ഫേമും കൂടി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈം മാത്രമല്ല, ഓൺ സ്വന്തമായിട്ട് ഒരു ബ്രോക്കിംഗ് ഫേമും കൂടി പ്ലാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു പ്രൊജക്ടെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്രൊജക്ടെക്സിൽ ഏകദേശം 12ഓളം കമ്പനികൾ നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഫെബ്രുവരി 26 മുതൽ 2026 ഫെബ്രുവരി 26 മുതൽ ടോപ്പ് സ്റ്റെപ്പ് അവർക്ക് മാത്രമാക്കി മാറ്റി ഈ പ്രൊജക്ടെക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത വെച്ചാൽ കോപ്പി ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കാം, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് വെക്കാം, TP കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ ഈ പ്രൊജക്ടെക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 5 അക്കൗണ്ട് വരെയും ടോപ്പ് സ്റ്റെപ്പിൽ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റിതിമിക് ഉണ്ട് ഇവർക്ക് പ്ലാറ്റ്ഫോം, അതുപോലെ ട്രേഡബോട്ട് ഉണ്ട്. ഈ റിതിമിക്കിന്റെ കണക്ഷൻ എടുത്താൽ നമുക്കത് കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് 1-2 ദിവസമൊക്കെ എടുക്കും. അപ്പൊ തന്നെ നമ്മൾ 2 ദിവസമൊക്കെ പോകുന്നതായിട്ട് മിക്ക ഫേംസിന്റെയും റിതിമിക്കിന്റെ കണക്ഷൻ എടുക്കുമ്പോൾ വരാറുണ്ട്. അതേപോലെ അത് നിഞ്ചയിലൊക്കെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രേഡബോട്ടാണ്. ഈ ട്രേഡബോട്ടിന് കോപ്പി ട്രേഡിൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് നേരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു 5 അക്കൗണ്ട് ഒക്കെ കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോട്ട് സൈസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇടണം. ഇപ്പോൾ നമ്മളൊരു 5 അക്കൗണ്ടിൽ ഓരോ ലോട്ട് സൈസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ 5 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിടണം, 10 ആക്കിയൊക്കെ ഇടണം. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഈ ട്രേഡ് ബോട്ട് വഴി നമ്മൾ കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരിട്ടൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, കോപ്പി ട്രേഡിൽ ഡ്രാഗ് ചെയ്ത് വയ്ക്കാൻ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കോപ്പി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം 5 അക്കൗണ്ട് വരെ നമുക്ക് ഇവരിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ പ്ലാൻസ് 2026 മുതൽ സ്ഥിരമായിട്ട് ഇവരുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാൻ മാത്രം ഉണ്ടായിരുന്നത്. നമ്മൾ ആ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏകദേശം $49 എടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പാസ്സായി കഴിയുമ്പോൾ വീണ്ടും $149 നമ്മൾ മന്ത്ലി പേയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വന്നിരുന്നു. ഇപ്പൊ നല്ലൊരു കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ MFF, അതേപോലെ തന്നെ ലൂസിഡ് ക്യാപിറ്റൽ, ആ സമയത്തൊക്കെ ഫണ്ടിങ് ടിക്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും കമ്പനികളൊക്കെ നമുക്ക് ഈ ആക്ടിവേഷൻ ചാർജ് ഇല്ലാതെ തന്നെ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും നല്ല രീതിയിൽ നോ ആക്ടിവേഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഏകദേശം എല്ലാ പ്ലാനും നല്ല രീതിയിലുള്ള ഒന്നാണ്. പ്രോഫിറ്റ് ടാർഗറ്റ് ഏകദേശം 50K 3000 വരുന്നു. മാക്സിമം പൊസിഷൻ 5 കോൺട്രാക്ട് വരെ, മെയിൻ ലോട്ട് 5 വരെ ചെയ്യാൻ പറ്റും. മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. ഫണ്ടഡ് അക്കൗണ്ട് ആക്ടിവേഷൻ ഫ്രീ ആണ്. അപ്പൊ ഈ ഒരു എല്ലാ കമ്പനികളും കോമ്പറ്റീഷൻ ടൈറ്റ് ആയതോടുകൂടിയാണ് ഇവർ കുറെ നാൾ 2012 മുതലുള്ള ഒരു കമ്പനിയാണ്, US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവർ പ്ലാനിലൊന്നും ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല പ്ലാനിലൊക്കെ ചേഞ്ചസ് വന്നു. നമുക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാനാണ് വന്നേക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മന്ത്ലി നമുക്ക് പ്രൈസ് വേറെ നമ്മൾ പാസ് ആയതിനു ശേഷം വേറെ അടയ്ക്കേണ്ടതില്ല. അതിന് നമുക്ക് മാക്സിമം പൊസിഷൻ സൈസ് ക്യുമുലേറ്റീവ് സൈസ് ആണ് അവർ പറയുന്നത്. 1 ടൈം ആക്ടിവേഷൻ ഫീസ് ആണ് ഉള്ളത്. നമ്മൾ ഒരു തവണ മാത്രം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഫീസ് നമ്മൾ കൊടുത്താൽ മതി. അതേപോലെ ഇവരുടെ റൂൾസ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ മറ്റു ഫേംസിനൊക്കെ പോലെയല്ല, കുറച്ച് റിലയബിൾ ആയിട്ടും പേ ഔട്ട് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പേ ഔട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡിസംബർ തുടങ്ങി നമുക്ക് ഗോൾഡിൽ യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഫ്ലക്ച്വേഷൻസ് വന്നപ്പോൾ ഗോൾഡിൽ അവർ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പേ ഔട്ടിന് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ട്രസ്റ്റ് പൈലറ്റിൽ ഏകദേശം 3.8 ആയിരുന്നു അവർക്ക് ട്രസ്റ്റ് പൈലറ്റ് സ്കോർ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നതോടുകൂടി പെട്ടെന്ന് പ്ലാറ്റ്ഫോമിന്റെ ഇഷ്യൂസ്, ട്രേഡബോട്ടൊക്കെ ആ ഒരു സമയത്ത് ഒരു വലിയൊരു ഇഷ്യൂ നേരിട്ടിരുന്നു. നമ്മൾ പ്രൈസ് ഓപ്പോസിറ്റ് ഒക്കെ പോകുന്ന ഒരു പ്രശ്നം ട്രേഡബോട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഈ പ്രൊജക്ടെക്സ് നിർത്തി പെട്ടെന്ന് എല്ലാവരും ട്രേഡബോട്ടിലേക്കൊക്കെ പോയപ്പോൾ ഇവരുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രേഡബോട്ടിന്റെ ആൾക്കാർക്കൊക്കെ കുറെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ കുറെ ഇഷ്യൂസ് വന്നു. അപ്പോൾ അവർ പേ ഔട്ട് കൊടുക്കാതെയൊക്കെ വന്നപ്പോൾ കുറെ റിവ്യൂസിൽ കുറെ മാറ്റമൊക്കെ വന്നു. അതിനുശേഷം ഇപ്പോൾ 3.6 വന്നേക്കുന്നത്. ആ ഒരു ഇഷ്യൂന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അതേപോലെ ഇവർ പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ ട്രേഡബോട്ട് ഉണ്ട്, പ്രൊജക്ടെക്സ് ഉണ്ട്. പ്രൊജക്ടെക്സ് ഇവരുടെ ഓൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒന്നാണ്. അതുപോലെ
നമുക്കിവിടെ പേ ഔട്ട് പോളിസിയാണ് ഇവരെ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അത് ഇവർ രണ്ട് പ്ലാൻസിൽ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് പ്ലാൻസിൽ കൺസിസ്റ്റൻസി റൂൾ ഇല്ല. ഫണ്ടഡ് അക്കൗണ്ട്സ് സോറി സ്റ്റിമുലേഷൻ സമയത്ത് അഥവാ ഇവാലുവേഷൻ സമയത്ത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം പേ ഔട്ട് പോളിസിയൊക്കെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. പേ ഔട്ട് ഇവർ കൊടുക്കുന്നത് വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ACH ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ $150 വെച്ചിട്ട് നമ്മൾ 5 ദിവസം വിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം നിലവിലുണ്ട്. അപ്പോൾ അത് ഇവരുടെ പേ ഔട്ടിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് അക്കൗണ്ടിൽ കൺസിസ്റ്റൻസി ഉണ്ട് ഫണ്ടഡ് ആകുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമുക്കൊരു കോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവരുടെ ലൈവ് ആയിട്ടുള്ള നമുക്കൊരു ആളായിട്ട് സംസാരിച്ചിട്ട് ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൈവ് സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരാളെ നമുക്ക് ഇവർ അപ്രൂവൽ ചെയ്ത് തരുന്നുണ്ട്. അതിനൊരു കോച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് അത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ടോപ്പ് സ്റ്റെപ്പിൽ നമുക്ക് നല്ല രീതിയിലായിട്ട് വരുന്നത്. അതേപോലെ നമുക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ടോപ്പ് സ്റ്റെപ്പ് ഈ കമ്പനികളെല്ലാം നോക്കുമ്പോൾ പ്രൊഫൈൽ മാച്ച് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഇപ്പോൾ നമ്മളെല്ലാവരും റിവ്യൂ ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് ഈ ഒരു കമ്പനി വഴിയൊക്കെയാണ്. അതേപോലെ തന്നെ ഇവർ ഓഫറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ മാച്ചിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോറക്സ് ട്രൈ ചെയ്യണമെങ്കിൽ ഫോറക്സ് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സും ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് നല്ലതായിട്ട് വന്നേക്കുന്നത്, ഏതൊക്കെല്ലാം കമ്പനികളാണ് ഓഫർ കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഈ ഒരു പ്രൊഫൈൽ മാച്ചിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് കുറേ പേ ഔട്ട് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, പ്രൊഫൈൽ റൂൾസ് ഉണ്ട്, പ്രൊഫൈൽ ഫേംസ് ഉണ്ട്. അതുപോലെ ബെസ്റ്റ് സെല്ലർ ആരാണ്, ഫ്യൂച്ചേഴ്സിന്റെ ഏറ്റവും നല്ല സെല്ലറാണ്. ഈ ബെസ്റ്റ് സെല്ലറിൽ എനിക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ അവർ മിക്ക കമ്പനിയും ട്രേഡിഫൈഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിഫൈ ആണ് അവർ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫറും അതേപോലെ തന്നെ പ്രൊഫൈലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ മാച്ചിൽ നോക്കാവുന്നതാണ്. നമുക്ക് ടോപ്പ് സ്റ്റെപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ടോപ്പ് സ്റ്റെപ്പ് ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോഴുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറഞ്ഞത് 2 ഡെയിലി ലോസ് ലിമിറ്റ് ആയിട്ട് ഇവർക്ക് ഇല്ല എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഈ ഒരു പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നല്ല ഒരു ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. മീൻസ് നമുക്കൊരു 5 അക്കൗണ്ട് വരെയും കോപ്പി ട്രേഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CFD ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോപ്പി ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 5 അക്കൗണ്ട് ഒക്കെ വരെയും കോപ്പി ചെയ്യാം. അപ്പോൾ വലിയ ബിഗ് ഹണ്ടും നടത്തിയൊന്നും പോകുന്നുണ്ട്. 5 അക്കൗണ്ട് ഒക്കെ ആകുമ്പോൾ ഒരു $500 ഒക്കെ വെച്ചിട്ട് ഓരോ അക്കൗണ്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം $2500 ഒക്കെ ആവും പെർ ഡേ. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്ന എല്ലാവരും ചെയ്യുന്നത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോപ്പി ട്രേഡിന്റെ ഈ പറയുന്ന പ്രൊജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവർ ഏറ്റവും നല്ലൊരു പ്ലാൻ ആയിട്ട് നമുക്ക് തോന്നിയേക്കുന്നത് ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു പേ ഔട്ട് ക്യാപ്പ് വരുന്നത് ഏകദേശം $5000 വരെ നമുക്ക് 50% നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. 5000ന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് $2500 നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അത്രയും കാര്യങ്ങൾ 2500 അവരെ ത്രെഡ് ഷോട്ട് ആയിട്ട് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ഒരു ഫേമാണ്. അതായത് പേ ഔട്ട് റിജക്ഷൻ ഒക്കെ വളരെ കുറഞ്ഞൊരു ഫേമാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ട്രേഡ് വോട്ടിൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പോസിറ്റ് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാ ഫേംസും ഫേസ് ചെയ്തതാണ്. അവർ ഫസ്റ്റ് ഉണ്ടായ ഇഷ്യൂ 1-2 ദിവസം അടുപ്പിച്ചുണ്ടായി. ഫസ്റ്റ് ഉണ്ടായ ഇഷ്യൂ ഇവർ റീസെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും വന്നതോടുകൂടി അവർ റീസെറ്റ് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് റിവ്യൂസ് ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 3.8 നിന്നും ട്രസ്റ്റ് പലത് 3.6 വന്നത്. ഇപ്പോൾ നിലവിലെ ഒരു എന്താ പറയുക ഈ പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ബൈ.